ചെയ്യുന്നതിന്റെ ഡൊമെയിൻ എന്താണ്, എങ്ങനെയാണ് ഞാൻ ജർമ്മനിയിൽ എത്തിയത്, ജർമ്മനിയിൽ ജോലി കിട്ടിയിട്ട് വരാൻ പറ്റുമോ അതോ ഇവിടെ വന്നിട്ട് ജോലി തിരക്കണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടോ. എൻ്റെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള, ഞാൻ IT-യിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് ജോബ് കിട്ടിയിട്ടാണ് ഞാൻ ജർമ്മനിയിൽ വന്നത്. ജർമ്മനിയിലെ ജോബ് മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ മേക്ക് ഇറ്റ് ഇൻ ജർമ്മനി എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കുറേ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി സ്കിൽ മസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ മസ്റ്റ്. അപ്പോൾ ഞാൻ ഒരു കുട്ടി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഒന്നുകൂടെ വന്നു കേട്ടോ. ഈ കണ്ട റീലില്ലേ, ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. സെയിം റീൽ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതിന് നല്ല റെസ്പോൺസ് കിട്ടി, നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം 30K+ വ്യൂസ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഇനിയും കയറും എന്ന് തോന്നുന്നു. ഈ റീലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ LinkedIn ID കൊടുത്തിട്ടുണ്ടായിരുന്നു. റീലിൻ്റെ ടൈറ്റിലായിരുന്നു ഹൗ ഐ ഗോട്ട് ദി ജോബ് ഇൻ ജർമ്മനി. അതായിരുന്നു ഈ റീലിൻ്റെ ടൈറ്റിൽ. ഐ തിങ്ക് അതും കൊണ്ടായിരുന്നു കൂടുതൽ ആളുകൾ എന്നെ LinkedInൽ റീച്ച് ഔട്ട് ചെയ്തത്. ബിക്കോസ് കുറേ ആളുകൾക്ക് ജർമ്മനിയിലോട്ട് റീലൊക്കേറ്റ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. ജോബ് കിട്ടിയിട്ട് എങ്ങനെയാ വരണ്ടേ എന്നുള്ളത് അറിയാനുണ്ട്. ജോബ് മാർക്കറ്റ് എങ്ങനെയുണ്ട്, ഇല്ലെങ്കിൽ ഏതൊക്കെ വെബ്സൈറ്റിൽ നമ്മൾ ജോബ് സെർച്ച് ചെയ്യണം, പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, പിന്നെ സ്പെസിഫിക് ആയിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് എൻക്വയറി വന്നത് ഡേറ്റ സയൻസ് റിലേറ്റഡ് ആയിരുന്നു. ഓക്കെ, ഡേറ്റ സയന്റിസ്റ്റിന്റെ ജോബ്, ഇല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റിന്റെ ജോബ്, ഇല്ലെങ്കിൽ ഇപ്പം ഓൾറെഡി ഇവിടെ ഡേറ്റ സയൻസ് ഇല്ലെങ്കിൽ ഡേറ്റ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ. അപ്പൊ അവർക്ക് ഇന്റേൺഷിപ്പ് ചെയ്യണമെങ്കിൽ വർക്ക് സ്റ്റുഡന്റ് ആയിട്ട് എവിടെയെങ്കിലും കയറാൻ പറ്റുമോ, ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയൊക്കെ ഉണ്ടെന്നും കുറച്ച് പേര് ചോദിച്ചു. അപ്പം അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തെന്ന് വെച്ചാൽ ജർമ്മനിയിൽ ഇന്റേൺഷിപ്പ് കിട്ടാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളുടെ പഠിക്കുന്ന സ്ട്രീം അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു കാരിയർ ഗൈഡ്, ഇല്ലെങ്കിൽ ഒരു കാരിയർ കോച്ച്, ഇല്ലെങ്കിൽ ഒരു കാരിയർ സർവീസ് കാണും. അവർ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഓരോ കമ്പനിയിൽ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാണ്ട് ദർ ഇസ് സംതിങ് കോൾഡ് ആസ് കോൾഡ് ആപ്ലിക്കേഷൻ. കോൾഡ് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് കമ്പനി ഉണ്ട് നിങ്ങളുടെ മൈൻഡിൽ, ആൻഡ് യു വോണ്ട് ടു അപ്ലൈ ഓർ യു വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് കമ്പനി ആസ് എൻ ഇന്റേൺ. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് ആ കമ്പനിയുടെ കാരിയർ പോർട്ടലിൽ പോയിട്ട് അവിടുത്തെ HR-ന് നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമും ഒരു കവറിംഗ് ലെറ്റർ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ഒരു ഇമെയിൽ അയക്കാൻ പറ്റും. നെറ്റ്വർക്കിംഗ്, ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് തിങ്. സോ നെറ്റ്വർക്കിംഗ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് റെഗുലർ ആയിട്ട് കണക്ട് ചെയ്യുക. ആരെങ്കിലും ഓൾറെഡി വർക്കിംഗ് ആ ജർമ്മനിയിൽ നിങ്ങൾ ചെയ്യുന്ന തന്നെ സ്പെസിഫിക് ഡൊമെയിനിൽ ആണെങ്കിൽ അവരായിട്ട് ഒന്നുകൂടെ കൺസൾട്ട് ചെയ്ത് അവരുടെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഓപ്പണിംഗ് വരുവാണെങ്കിൽ യു ക്യാൻ അപ്ലൈ ദെയർ ആസ് ആൻ ഇന്റേൺ. ടോപ്പ് സ്റ്റാക്ക് റാങ്കിൽ നിൽക്കുന്ന കമ്പനീസിന്റെ കാരിയർ പോർട്ടലിൽ പോയിട്ട് അവിടുത്തെ HR കോൺടാക്ട് എടുത്തിട്ട് അവർക്ക് നിങ്ങളുടെ റെസ്യൂമും ഒരു കവർ ലെറ്ററും കൂടെ ഇമെയിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ആ ഓർഗനൈസേഷനിൽ വരുവാണെങ്കിൽ ദേ വിൽ ഡെഫിനറ്റ്ലി റീച്ച് യു ഔട്ട്. ദിസ് ഇസ് വൺ ടിപ്പ് ദാറ്റ് ഐ ഗേവ് ഇറ്റ് ടു ദോസ് പീപ്പിൾ ഹു കോൺടാക്റ്റഡ് മീ. പിന്നെ അടുത്ത ഡേറ്റ സയൻസിന്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ എനിക്ക് ക്വരീസ് വന്നത് സാപ്പ് റിലേറ്റഡ്, പിന്നെ ടെസ്റ്റിംഗ് ആയി, പിന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, മാനുവൽ ടെസ്റ്റിംഗ്, അതിനെക്കുറിച്ചൊക്കെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ജർമ്മനിയിലുണ്ടോ. ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് 3 മാസമായിട്ടുള്ളൂ. അപ്പം എനിക്ക് ഏതൊക്കെ കമ്പനീസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അവർക്ക് കുറേ ജോബ് പോർട്ടൽസിന്റെ പേര് കൊടുത്തു, പിന്നെ കുറെ കമ്പനികളുടെ പേര് കൊടുത്തു വേർ ദേ ആർ ഹയറിംഗ്. വൺ റെക്കമെൻഡേഷൻ ഓർ വൺ സജഷൻ ഈസ് ദാറ്റ് പണ്ടത്തെ കൂട്ടല്ല, ഇപ്പം എല്ലാ കമ്പനീസിലും ജർമ്മനിയിൽ ജർമ്മൻ ലാംഗ്വേജ് ഒരു മസ്റ്റ് ഹാവ് ക്രൈറ്റീരിയ ആണ്. മാൻഡേറ്റ് അല്ല, ബട്ട് നിങ്ങൾക്കിപ്പം ജർമ്മൻ അറിയാമെങ്കിൽ ഒരു ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിപ്പം ഒരു റെസ്യൂം ഇംഗ്ലീഷല്ലേ നമ്മുടെ റെസ്യൂം ഒക്കെ നമ്മളെല്ലാം ഇംഗ്ലീഷിലല്ലേ എഴുതുക. പക്ഷെ അതേ റെസ്യൂം നമ്മൾ ജർമ്മനിൽ എഴുതിയിട്ടൊന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ കേട്ടോ, അങ്ങനെ ജർമ്മൻ റെസ്യൂം ഒക്കെ ആണെങ്കിൽ, ജർമ്മനിൽ എഴുതിയേക്കുന്ന റെസ്യൂം ആണെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ കോൾ കിട്ടാനും ഇല്ലെങ്കിൽ നമ്മുടെ റെസ്യൂം ഷോർട്ട് ലിസ്റ്റ് ആവാനും ചാൻസസ് കൂടുതലാണ്. Whenever you apply for a job, make sure in the covering letter you mention that your availability is immediate. നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ജർമ്മനിയിൽ വേറെ എല്ലാ കൺട്രീസിലും നമുക്ക് നോട്ടീസ് പീരീഡ് കാണുമല്ലോ, 60 days 90 days ഒക്കെ. അപ്പം ഇമ്മീഡിയറ്റ് ജോയിനിങ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയയും HR പ്രിഫർ ചെയ്യാറുണ്ട്. ഇപ്പം ചിലപ്പോൾ അർജന്റ് ഒരു ഓപ്പണിംഗ് വന്നു, ഇമ്മീഡിയറ്റ്ലി ആ പൊസിഷൻ ഫില്ല് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ റെസ്യൂമിൽ നിങ്ങൾ എഴുതിയേക്കുക, അല്ലെങ്കിൽ കവറിംഗ് ലെറ്ററിൽ എഴുതിയിട്ടുണ്ട് ദാറ്റ് യു ആർ അവൈലബിൾ ടു ജോയിൻ ഇമ്മീഡിയറ്റ്ലി. അങ്ങനെ എഴുതിയാലും യു ഹാവ് മോർ ചാൻസസ്.
അതുകൂടാതെ തന്നെ നിങ്ങൾ ലിങ്ക്ഡിനിൽ അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന ജോലി, ആ ഫീൽഡ്, ആ ടെക്നോളജിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കുക. കീപ് യുവർ സെൽഫ് അപ്ഗ്രേഡഡ്. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇസ് ഇറ്റ് ദ റൈറ്റ് ടൈം ടു മൂവ് ടു ജർമ്മനി? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ജോലി കിട്ടുമോ? ഇൻഡസ്ട്രിയുടെ ഇമ്പാക്റ്റ് എന്താണ്? ജർമ്മനിയുടെ ഇക്കോണമിക് സിറ്റുവേഷൻ എന്താ? അയ്യോ, ഇതൊക്കെ പറയാൻ ഐ എം നോട്ട് ആൻ ഇക്കോണമിസ്റ്റ് ഓർ ഐ എം നോട്ട് ആൻ എക്സ്പേർട്ട്. പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ജർമ്മനിയിൽ ഇപ്പോഴും സ്കിൽഡ് റിസോഴ്സസിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഐ വാസ് ആക്ച്വലി ഓവർവെൽംഡ്. ഞാൻ എനിക്കറിയാവുന്ന നോളജ് വെച്ചിട്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതിലും ഞാൻ ഡേറ്റ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഡേറ്റ എഞ്ചിനീയറിംഗ് റിലേറ്റഡ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡേറ്റ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഡേറ്റ ലേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വരീസും ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നപ്പം ഞാൻ അവരോട് ഫസ്റ്റ് പറഞ്ഞത് ഐ ആം നോട്ട് ആൻ SME, അല്ലെങ്കിൽ ഞാൻ അതിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളല്ല. എൻ്റെ ഡൊമൈൻ ഡിഫറെൻ്റ് ആണ്. ഐ ആം ഇൻ ടു IT സർവീസ് മാനേജ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ്, ഗവർണൻസ്, കംപ്ലയൻസ്, ഓഡിറ്റ്, വെണ്ടർ മാനേജ്മെന്റ്, കോൺഫ്ലിക്ട് മാനേജ്മെന്റ്, പ്രോസസ്സീസ്, ഓട്ടോമേഷൻ ആൻഡ് SRE, അങ്ങനത്തെ ഫീൽഡാണ് എൻ്റെ. അപ്പം ഈ കുട്ടികൾ എന്നെ റീച്ച് ഔട്ട് ചെയ്തപ്പം അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ദാറ്റ് ദേ വിൽ ഗെറ്റ് സം ഗൈഡൻസ് ഫ്രം മീ. കുട്ടികൾ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ദേ ആർ വെരി യങ് പീപ്പിൾ. അവർക്ക് ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലോട്ട് ജോലി കിട്ടിയിട്ട് വരാനുള്ള സാധ്യതകളെ കുറിച്ചിട്ടാണ് അവർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പം ഞാൻ അവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് കൊടുത്തില്ലെങ്കിൽ അവരുടെ ആ ഒരു മോട്ടിവേഷൻ ലെവലാണ് താഴെ പോണത്. ഓക്കെ, അപ്പം എനിക്കറിയാവുന്ന നോളജ് ഞാൻ അവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കറിയാവുന്ന കോൺടാക്ട്സ് ഞാൻ അവരുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ജർമ്മനിയിലെ IT സെക്ടറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റീസ് ആണ് ബെർലിൻ, ഹാംബർഗ്, ഫ്രാങ്ക്ഫർട്ട്, മ്യൂണിക്. ഇവിടൊക്കെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ജർമ്മനിയിലോട്ട് റീലൊക്കേറ്റ് ചെയ്ത് വരിക ഫോർ ജോബ് സെർച്ച്, അല്ലെങ്കിൽ ഒരു ജോബ് വിസയിൽ വരുവാണെങ്കിൽ ടാർഗറ്റ് ദീസ് സിറ്റീസ്. ബിക്കോസ് ഈ സിറ്റീസിൽ നിങ്ങൾക്ക് ജോബ് കിട്ടാൻ കൂടുതൽ ചാൻസസ് ഉണ്ട് വെൻ കമ്പയർഡ് ടു അതർ സിറ്റീസ് ഇൻ ജർമ്മനി. കൂടാതെ തന്നെ ഇഫ് യു ഹാവ് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, പൈത്തൺ ആയി, പിന്നെ .NET, C++, ജാവാസ്ക്രിപ്റ്റ്, അങ്ങനെ കുറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാൻസസ് ആർ ഹൈ ടു ഗെറ്റ് ജോബ്. കൂടാതെ തന്നെ ഓരോ സെക്ടറിലുള്ള കമ്പനീസ്, ടോപ്പ് റാങ്കിൽ നിൽക്കുന്ന കമ്പനീസിൽ നിങ്ങൾക്ക് അവിടുത്തെ കാരിയർ പോർട്ടലിൽ പോയിട്ട് അവൈലബിൾ ജോബ്സ് ഒക്കെ സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മാച്ചിങ് ആയിട്ടുള്ള ജോബ് അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് HR-ന്റെ ഇമെയിൽ ID കാണുമല്ലോ. ആ HR-ന്റെ ഇമെയിൽ IDയിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമും ഒരു കവർ ലെറ്ററും കൂടെ ഇമെയിൽ ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്യൂമും നിങ്ങളുടെ ഡീറ്റെയിൽസ് കമ്പനിയുടെ കാരിയർ പോർട്ടലിന്റെ ഡേറ്റാ ബേസിനകത്ത് അപ്ലോഡ് ആവും. ആ സമയത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഓപ്പണിംഗ് ഇല്ലെങ്കിൽ തന്നെ നെക്സ്റ്റ് ടൈം ഒരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ ആ ഓപ്പണിംഗ് നിങ്ങളുടെ സ്കിൽ മാച്ച് ആവുകയാണെങ്കിൽ you will be the first preferred candidate, or your resume will rank first, or your name will come in the front in the search. Then obviously there is a high chance that HR will contact you, right? അപ്പോൾ എന്നെ റീച്ച് ഔട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. ഞാൻ നിങ്ങൾക്ക് തന്ന റെസ്പോൺസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഫീൽ ഫ്രീ ടു റീച്ച് മീ ഔട്ട് ഓൺ ലിങ്ക്ഡിൻ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ജോബ് ഹണ്ടിങ്. നിങ്ങൾ ഓൾറെഡി ജർമ്മനിയിലാണെങ്കിൽ ഡു നോട്ട് ലീവ് ഹോപ്പ്, ബി കോൺഫിഡൻറ്റ്, കീപ് ട്രൈയിങ്, ഫോർ ഷുവർ യു വിൽ ഗെറ്റ് എ ജോബ്. പിന്നെ ജർമ്മൻ ലാംഗ്വേജ് കൂടെ പഠിക്കാം കേട്ടോ. ഞാനും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബൈ.